ക്ലൈമാക്സിൽ അഭിയേട്ടൻ ചന്ദ്രികയുടെ കയ്യും പിടിച്ച് ഇതെങ്കിലും നടക്കുവാ? ആ ഒറിജിനലും കാണുന്നേ. അല്ലെങ്കിൽ ഇടാ വേണ്ട, വെറുതെ സ്പേസ് കളയാനായിട്ട്. അടുത്താണ് വന്നേ. കിരണ വലിയ ഡിമാൻഡ് ഇടാണ്ട് പ്ലാൻ പറ. വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉടായിപ്പിനെ കൊണ്ട് ബിബീഷ് ബാലിനെ കുറിച്ചുള്ള അതിഭീകരമായ സത്യങ്ങൾ ചന്ദ്രികയുടെ അച്ഛൻ്റെ അടുത്ത് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ആദ്യത്തെ സീൻ. അതിന് നമ്മുടെ നാട്ടില് നമ്മല്ലാണ്ട് വേറെ എങ്ങനെ ആര് ഇറക്കും ഓന്തിനെ വീഴ്ത്താൻ ഓന്തിന്റെ നാവുള്ള ഒരുത്തനെ. ആദ്യം തന്നെ ഗസ്ട്രോളാ. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ ചെന്ന് പറഞ്ഞ ആള് വിശ്വസിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ അല്ലെങ്കിലോ? പിന്നെ ശംഭു മഹാദേവൻ. ആളിച്ചിരി ഓൾഡാകും, പക്ഷെ അഭിനയമോഹിയം. മുമ്പൊരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് വന്നിട്ടുള്ളതാണ്. അത്രയും പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ എന്തായാലും കേൾക്കും. ഓൾസോ ഈസ് എ ബ്രില്യന്റ് ആക്ടർ. ഈ സീൻ അയാൾ കലക്കും. കണ്ടിട്ട് കല്യാണം നടക്കുന്ന പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറ്റുമോ? പോവാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ കല്യാണം മുടക്കുന്നത് നമ്മളാന്ന് വരും. അപ്പൊ നമ്മയല്ലേ കല്യാണം മുടക്കുന്നത്? ഓ ആടാ, എന്താട് മൊത്തം പറഞ്ഞു നടക്ക്. ചന്ദ്രേട്ടാ, ഒരു വഴി ഉണ്ടാക്കാം. ആക്ടിങ് ഒരിക്കടിച്ചല്ലടാ. ആ ചന്ദ്രേട്ടനാ? ഇവനുണ്ട്. എന്നാ രണ്ടാളും കൂടി പെണ്ണുകാണാനോ മറ്റോ ഇറങ്ങിയതാ? ഒന്നല്ല, ഇടത്തേക്കായിട്ട് വന്നാന്ന്. ഇവനെ വെറുതെ കൂട്ടിയതേ ഇല്ലു. വെറുതെ എന്നിപ്പോ കാര്യം ബാലൻ ഓഫീസർ പോയായിരിക്കും അല്ലേ? ആ പോയിന് വൈകുന്നേരം വരൂ. എന്നാ പിന്നെ ഇങ്ങ വൈകുന്നേരം നീ അവിടെ ഇരിക്കടാ. ബിബീഷ് ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഓൺ ടൗണിൽ പോയിട്ടുള്ള ഞങ്ങ ഒരു പെണ്ണന്വേഷണമായിട്ട് വന്നതാണ്. ബിബീഷിന്റെ കാര്യം തന്നെ. ആ ജോലിയൊന്നും ഇല്ലെങ്കിലും നല്ല ചുറ്റുപാടിലല്ലേ. ഒരു ഉത്തരവാദിത്തല്ലേ ഇരിക്കട്ടെ. ചന്ദ്രേട്ടാ, നിങ്ങ വന്നതും പറഞ്ഞതെല്ലാം സന്തോഷം തന്നെ. നിങ്ങളോടെല്ലാം പറയാനിരിക്കൂന്ന്. ഓന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടില്ലേ? പ്രേമാന്താ? ആ അങ്ങനെയാന്ന് പറയാ. ഓനൊരു പെണ്ണിനെ കണ്ടിനെന്ന് പറഞ്ഞു. നമ്മ പോയി നോക്കുമ്പോക്ക് നല്ല തറവാട്ടുകാരന്നെ. പിന്നെ നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരും. പെണ്ണിന്റെ ഏച്ചീന്റെ കല്യാണം കഴിയാനുണ്ട്. അതുവരെ കാത്തിക്കണെന്ന് പറഞ്ഞിന്. അതുകൊണ്ടാന്ന് ആരോടും പറയാത്ത. നിങ്ങും ഇപ്പൊ ഇതാരോടും പറയണ്ട. ഇതാരോടും അല്ല